എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ മെം സീരീസിലെ വാക്യശുദ്ധി എന്നുള്ള ഭാഗം പഠിക്കുകയായിരുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഇതിൻ്റെ എന്താണ് വാക്യം, വാക്യങ്ങളുടെ പിരിവുകൾ, വാക്യങ്ങൾക്കകത്ത് വന്നുകൂടാവുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് പഠിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി അതിൻ്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തെറ്റുകൂടാതെ എഴുതുന്നതിനുമൊക്കെ പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇത് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് തെറ്റുകുറ്റങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഒരു 35 മിനിറ്റ്സ് ദൈർഘ്യമുള്ളൊരു വീഡിയോയാണ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പെട്ടെന്നൊന്ന് പോയി നോക്കുക, ഒന്ന് കാണുക. സ്പീഡ് കൂട്ടിയിട്ടായാലും കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടിയായാലും ഒന്ന് കേൾക്കുക, പഠിച്ചു വെക്കുക, തിരിച്ചു വരിക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ഓടിപ്പോയി നോക്കിയിട്ട് വരരുത്, അത് തെറ്റാണ്. ഓക്കെ, അതിവിടെ അനുവദിക്കപ്പെടുന്നതല്ല കേട്ടോ. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കോളൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പഴയതുപോലെയുള്ള അമാന്തമൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാം പഠിച്ച് തികഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പാളയിൽ കെട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാം അറിയാം നമുക്ക്. ഇനി നമ്മളിത് ചറപറയെന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശരി. പഴയതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പറയുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു, തെറ്റായി പോയിട്ടുള്ള ഓപ്ഷൻസിനെ ശരിയാക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? ഇത് 2023 LD ടൈപ്പിസ്റ്റ് ക്ലർക്ക് വിവിധമാ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശരിയായ വാക്യം ഏത്? മനസ്സിൽ ഒന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണെന്ന് നോക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. മനസ്സിൽ ഒന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഈ ശൈലി എങ്ങനെയാണ് പ്രയോഗിച്ച് കണ്ടിട്ടുള്ളത്? മനസ്സിൽ ഒന്ന് വിചാരിച്ചുകൊണ്ടെന്നാണോ നമ്മൾ പറയാറ്? അല്ലല്ലേ, മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ടെന്നാണ് പറയാറ്. അപ്പോൾ ഈ പ്രയോഗ രീതി മലയാളത്തിലുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ ശരിയായ പ്രയോഗിക്കുന്ന ഒരു ശൈലിയിലുള്ളതല്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഇറങ്ങിപ്പോ. അത് കഴിഞ്ഞ് ബി നോക്കാം. ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു. ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു. പിന്നെ നമ്മളൊക്കെ എന്താ കഴിക്കുന്നത്? ബിരിയാണിയാണോ കഴിക്കുന്നത്? അല്ലെ നമ്മളൊക്കെ ചോറുന്ന ഉണ്ട്, അത്താഴത്തിനും ചോറുണ്ണുന്നവരൊക്കെ ഉണ്ട്. അവരെ ഞാൻ അപമാനിക്കുകയല്ല കേട്ടോ. എന്നാലും ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു. ചോറെന്ന് പറയുന്നത് എന്താണ്? മലയാളിയുടെ ദേശീയ ഭക്ഷണമൊക്കെയാണ്. ഉച്ചയ്ക്ക് മിക്കവാറും പേര് എന്താ കഴിക്കുക? ചോറാണ് കഴിക്കാറ്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഉണ്ടു, അല്ലെങ്കിൽ ചോറ് ഉണ്ടു. രണ്ടും കൂടെ ഒരുമിച്ച് പറയണോ? ഉണ്ടു. ദോശ ഉണ്ടു എന്ന് നമ്മൾ പറയാറുണ്ടോടെ? ഇല്ല. പുട്ടുണ്ടു എന്ന് പറയാറുണ്ടോ? ഇഡ്ഡലി ഉണ്ണാറുണ്ടോ? ഇല്ല. നമ്മൾ എന്തേ ഉണ്ണാറുള്ളൂ? ചോറാണ് ഉണ്ണാറല്ലേ. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഉണ്ടു. മൊത്തത്തിലെല്ലാം പ്രശ്നമാണ്. അപ്പൊ അവൻ ചോറല്ല കഴിച്ചത്, മറ്റെന്തോ ആണ്. അപ്പൊ ആ സെന്റൻസ് തെറ്റ്. ഇനി അടുത്തത് നോക്ക്. സി. അവൻ എല്ലാ ദിവസവും വരും. എന്താണ്? അവൻ എല്ലാ ദിവസവും വരും. എന്തോ അതിൻ്റെ പ്രശ്നം? ഒന്നുകിൽ അവൻ ദിവസം തോറും എന്താണ് അവൻ എന്നും വരും എന്നങ്ങ് പ്രയോഗിക്കുക. അല്ലാതെ അവൻ എല്ലാ ദിവസവും വരും, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട്. അവൻ എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ അവൻ എല്ലാ ദിവസവും വരും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരും എന്ന് പറഞ്ഞാൽ നാളെയും വരും, മറ്റന്നാളും വരും. അത് നമ്മുടെ കയ്യിലില്ലാത്തതാണ്. അപ്പോൾ അവിടെ അവൻ എല്ലാ ദിവസവും വരും എന്നുള്ള പ്രയോഗത്തിനകത്ത് ഒരു ഒരു ചേരായികയുണ്ടല്ലേ. അപ്പോൾ ആ സെൻറ്റൻസും തെറ്റാണ്. എല്ലാ ദിവസവും വരാറുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം അവൻ വന്നു, വരാറുണ്ട്, സാധ്യതയുണ്ടെന്നാണ്. എല്ലാ ദിവസവും വരും എന്നുള്ളത് എന്താണ്? അത് നമുക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്, പ്രവചനാതീതമാണ്. ഇനി നോക്കൂ, ഡി നോക്കിക്കേ. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. അല്ലേ, ശരിയല്ലേ? നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഹിറ്റ്ലറെ പോലെ ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഭരിക്കുന്നു. നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, തെറ്റ്. അപ്പൊ എന്താണ്? ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രയോഗമാണ്. സെന്റൻസ് ശരി. ബാക്കിയുള്ള തെറ്റായ ഓപ്ഷൻസിനെ ശരിയാക്കാൻ പോകാം. കമോൺ, എല്ലാവരും എൻ്റെ കൂടെ വരൂ. നമുക്ക് എങ്ങനെ ശരിയാക്കാം? പെട്ടെന്ന് ശരിയാക്കാം. മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. ഓക്കെ, ഇനി ബി നോക്ക്. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടു എന്ന് മതി.
പിന്നെ ചോറ് എന്നുകൂടെ അവിടെ പ്രയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇനി അവൻ എല്ലാ ദിവസവും വരും എന്നവിടെ പ്രയോഗിക്കേണ്ട. ഒന്നുകിൽ എങ്ങനെ പ്രയോഗിക്കണം? അവൻ ദിവസവും വരും എന്ന് പ്രയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും വരാറുണ്ട് എന്ന് പ്രയോഗിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ശരിയാക്കാം കേട്ടോ. അതിന് അവൻ എല്ലാ ദിവസവും എന്നുള്ളതിന് നമുക്ക് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ദിവസവും വരും എന്ന് നമുക്കങ്ങ് പ്രയോഗിക്കാം. വരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും പതിവായിട്ട് വരാറുള്ള ഒരാളാണ് അവൻ എന്നുള്ള ഒരു അർത്ഥം ഈ സെൻറ്റൻസിൽ ധരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണ്. റിപ്പോർട്ടർ ഗ്രേഡ് 2 2023 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇപ്പം ഞാനൊരു തെറ്റ് പറഞ്ഞു. എന്താണ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ? ചോദിച്ചതാണല്ലോ, ചോദിച്ച ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ പ്രീവിയസ് കൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ശബ്ദപൗനരുക്തി ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ശരിയായ വാക്യം ഏത്? അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചയും അവൻ വരും. എൻ്റെ അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. അവൾ വന്നിരിക്കും എന്നു ഞാൻ ഊഹിക്കുന്നു. എന്താണ് ഇവിടുത്തെ തെറ്റുകളെന്ന് കാണാം. ഓപ്ഷൻ എയിലെ തെറ്റെന്താണ്? അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു എന്ന് വേണോ? വേണ്ട, അത് മരിച്ചു എന്ന് മതി കേട്ടോ. മരണപ്പെട്ടു എന്നുള്ള പ്രയോഗം തെറ്റാണ്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റ്. ഇനി എല്ലാ വെള്ളിയാഴ്ചയും അവർ വരും. എന്താണ്? എല്ലാ വെള്ളിയാഴ്ചയും അവർ വരും. എല്ലാ വെള്ളിയാഴ്ചയും വരുമെന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും അവർ വരുമെന്നുള്ളത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിരന്തരമായി നടക്കുന്ന ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എല്ലാ വെള്ളിയാഴ്ചയും ബാലരമ വരുമെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അത് നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതാണ് എല്ലാ വെള്ളിയാഴ്ചയും അവർ ആര് വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാലരമ വരും എന്നുള്ളതാകാം. അപ്പൊ നോക്കിക്കോ. അപ്പൊ അത് ശരിയാണോ? ശരിയാണ്. എന്നെ എൻ്റെ അച്ഛനാണ് പഠിപ്പിച്ചത്. എന്താണ്? എന്നെ എൻ്റെ അച്ഛനാണ് പഠിപ്പിച്ചത്. എന്താ? എന്നെ ആരാ പഠിപ്പിച്ചതെന്നാ കൊടുത്തിരിക്കുന്നത്? എന്നെ എൻ്റെ അച്ഛനാണ് പഠിപ്പിച്ചതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ എന്നെ എൻ്റെ അച്ഛൻ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്? എന്നെ അച്ഛനാണ് പഠിപ്പിച്ചത് എന്ന് മാത്രം മതി. എന്നെയും എൻ്റെയും കൂടെ ഒരുമിച്ച് അവിടെ എൻ്റെ അച്ഛനാണ്. എന്താണ്? എൻ്റെ അച്ഛനല്ലാതെ നാട്ടുകാരുടെ അച്ഛൻ വന്ന് പഠിപ്പിക്കുമോ? എൻ്റെ അച്ഛൻ. ഞാൻ അച്ഛൻ എന്ന് പ്രയോഗിക്കുമ്പോൾ തന്നെ അത് എൻ്റെ പിതാവ് എന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ എന്നുള്ള ഒരു പ്രയോഗം അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് അവിടുത്തെ തെറ്റ്. അവൾ വന്നിരിക്കും എന്നു ഞാൻ ഊഹിക്കുന്നു. അവൾ വന്നിരിക്കും എന്ന് ഞാൻ എങ്ങനെ ഊഹിക്കും? അവൾ വരും എന്ന് ഞാൻ ഊഹിക്കാം. എനിക്ക് അവൾ വരുമായിരിക്കും എന്ന് എനിക്ക് കരുതാം. അല്ലാതെ അവൾ വന്ന് കാണും, അവൾ വന്നിരിക്കും എന്ന് ഞാൻ എന്തിനു ഊഹിക്കണം? അവൾ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാൻ സാധിക്കും. വന്നോ ഇല്ലയോ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിരിക്കും എന്ന് എന്തിനു ഊഹിക്കണം? തെറ്റാണ്. അപ്പോൾ ഈ തെറ്റിപ്പോയ സെന്റൻസിന് അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എല്ലാ വെള്ളിയാഴ്ചയും അവർ വരും. ഞാൻ പറഞ്ഞു, ഇത് ഓർക്കാനുള്ള എളുപ്പം എല്ലാ വെള്ളിയാഴ്ചയും ബാലരമ വരുമെന്ന് ഓർത്ത് വയ്ക്കാം. ശരി, നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കാൻ പോകാം. എൻ്റെ കൂടെ വരൂ കൂട്ടുകാരെ, എൻ്റെ കൂടെ വരണേ. ഇതെങ്ങനെയാ ശരിയാക്കേണ്ടുന്നത്? അപകടത്തിൽ 2 പേർ മരിച്ചു എന്ന് മതി. മരണപ്പെട്ടു എന്നൊന്നും വേണ്ട. അവരാരും കൊന്നതല്ല കേട്ടോ, കൊല്ലപ്പെട്ടു അങ്ങനൊന്നും വേണ്ട, മരിച്ചുപോയി അവർ. ഇനി എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ആണ് അല്ലേ? എൻ്റെ അച്ഛനെ എനിക്ക് അവിടെ അച്ഛനെന്ന് പ്രയോഗിക്കാൻ സാധിക്കൂ. മറ്റൊരാളുടെ പിതാവിനെ നമുക്ക് അങ്ങനെ പ്രയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നുള്ള പ്രയോഗം അവിടെ വേണ്ട. എന്നെ അച്ഛനാണ് പഠിപ്പിച്ചത് എന്ന് മാത്രം മതി. ഇനി അടുത്ത അവൾ വന്നിരിക്കും. അവൾ വന്ന് കാണുമോ? അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ സംഭവമാണ്. പിന്നെ അതിൽ ഊഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവൾ വരും എന്ന് ഞാൻ ഊഹിക്കുന്നു. അവൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ശരി ഉത്തരവും തെറ്റായ ഓപ്ഷൻസിൻ്റെ ശരിയായ ക്രമവും നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ നോക്കൂ. ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ്? ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 1000-ഓളം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏകദേശം എന്നുള്ള അർത്ഥമാണ്. പിന്നെ അവിടെ ഏകദേശം കൂടെ ആവശ്യമുണ്ടോ? വേണ്ട. സെന്റൻസ് തെറ്റ്. ഏകദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഏകദേശം
അടുത്ത്. 20-നടുത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം എന്നുള്ള അർത്ഥം വന്നു. വീണ്ടും ഏകദേശവും 20-നടുത്ത് എന്നുള്ള ഒരു ഊഹവും കൂടി അവിടെ ആവശ്യമില്ല. സെന്റൻസ് തെറ്റ്. ഏറെക്കുറെ 50-ലധികം 50-ലധികം ആളുകളെ വന്നുള്ളൂ. ഏറെക്കുറെ 50-ലധികം, ഏറെക്കുറെയും 50-ലധികവും ഒരുമിച്ച് ആവശ്യമില്ല. വീണ്ടും സെന്റൻസ് തെറ്റ്. ഇനി അടുത്ത് 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. PSC ഇതിൻ്റെ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്നുള്ള ഓപ്ഷനാണ് അവർ ശരി ഉത്തരമായിട്ട് കൊടുത്തിരുന്നത്. ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 40-ലധികം വണ്ടികൾ എന്നുള്ള പ്രയോഗം ആവശ്യമില്ല. 40-ലധികം എന്ന് പറഞ്ഞു കഴിഞ്ഞു അതൊരു വണ്ടിയുടെ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? 40-ലധികം വണ്ടി എന്നുള്ള പ്രയോഗം ശരിക്കും മതി. ഈ വണ്ടികൾ എന്നുള്ളത് വേണ്ട. ഓക്കെ, അത് തർക്ക വിഷയമാണ്. എന്നാലും 40-ലധികം വണ്ടികൾ എന്നുള്ള പ്രയോഗം ഇവിടെ ആവശ്യമില്ല. 40-ലധികം വണ്ടി ഈ റൂട്ടിൽ ഓടുന്നു എന്ന് മതി. വണ്ടികൾ രണ്ടോട് ഒരുമിച്ച് അവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാലും PSCയുടെ ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ബാക്കി ഓപ്ഷൻസിന്റെ കൂടെ ക്രമം കൂടി നമുക്ക് ശരിയാക്കാം. വരൂ, എങ്ങനെയാ ശരിയാക്കുന്നത് നോക്കൂ. ജാഥയിൽ ഏതൊക്കെയാണ് തെറ്റിപ്പോയത്? ABC. ഓക്കെ, ജാഥയിൽ നോക്കൂ. ജാഥയിൽ ഏകദേശം 1000 ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 1000 വരാതിരിക്കാം. ഓപ്ഷൻ ബി നമുക്ക് എങ്ങനെ ശരിയാക്കാം? ഏകദേശം 20-നടുത്ത് വേണ്ട, 20 കുടുംബം മാത്രമേ. കുടുംബങ്ങൾ ഇവിടെ പ്രയോഗിച്ചോ? ഇല്ല, കുടുംബം മതി. കുടുംബം മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഇനി ഓപ്ഷൻ സി കൂടെ ശരിയാക്കാം. ഓപ്ഷൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറെക്കുറെ. അപ്പൊ എന്താണ് ഏറെക്കുറെ? 50-ലധികം ഒന്നും വേണ്ട, ഏറെക്കുറെ 50 ആളുകളെ വന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ ഓപ്ഷൻസിനെ നമ്മൾ ശരിയാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിച്ചു, തെറ്റായിട്ടുള്ളതിൻ്റെ ശരിയായ ക്രമവും കണ്ടുപിടിച്ചു. അടുത്തതിലേക്ക് പോകാം. നിങ്ങൾ സ്വന്തമായിട്ട് റാങ്ക് ഫയൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ കൊടുത്തതിൽ വ്യാകരണപരമായി തെറ്റായ വാക്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ശരിയായ വാക്യമല്ല ഇത്തവണ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, തെറ്റായ വാക്യമാണ്. ഓക്കെ, തെറ്റായ വാക്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ശരി, നോക്കിക്കോളൂ. 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. 100-ന് 90% എന്നിങ്ങനെ എടുത്തു പറയണോ? 100-ന് 90 എന്ന് പറയുമ്പോൾ തന്നെ 90% ആയി. പിന്നെ 100-ന് എന്നുള്ള പ്രയോഗം കൂടെ വേണോ? വേണ്ട, അത് തെറ്റാണ്. ഇനി 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100-ന് എന്ന് പ്രയോഗിക്കുമ്പോൾ 100-ന് എന്നുള്ള പ്രയോഗം ആവശ്യമില്ല. 90% എന്ന് പറഞ്ഞാൽ തന്നെ 100-ൽ 90 ആണ്. ഓക്കെ, അപ്പോൾ ആ സെന്റൻസ് ശരി. ഇനി 100-ന് 90 അധ്യാപകരും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ. എന്താണ്? 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. അപ്പോൾ അതും ശരി. ഇനി 100% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അവകാശവാദം എന്നുള്ള നിലയ്ക്ക് പറയാം. അത് ശരിയല്ലേ? അപ്പോൾ ആ സെന്റൻസിൽ എന്തില്ല? തെറ്റില്ല. ഇവിടെ സെന്റൻസ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ് എന്നുള്ള സെന്റൻസ് ആണ് ഇവിടെ വ്യാകരണപരമായി തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ശരി. ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു. മുഖ്യമന്ത്രി ഉപഹാരം സ്വീകരിച്ചു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. സിയും ഡിയും ഒരേ ഓപ്ഷൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആണ് കേട്ടോ. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. ഉപഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശിഷ്ടമായിട്ടുള്ള സമ്മാനം, എന്താണ്? പുരസ്കാരം എന്നൊക്കെയുള്ള അർത്ഥമാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും സ്വീകരിച്ചു
സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹമായിട്ട് നമുക്ക് എന്തോ തരുന്നു, അദ്ദേഹത്തിൽ നിന്നും എന്തോ ഒരു വസ്തു നമ്മൾ എടുക്കുന്നു അല്ലെങ്കിൽ കിട്ടുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കുക, മുഖ്യമന്ത്രി എന്താണ്, മുഖ്യമന്ത്രി അത് തന്നു, സമർപ്പിച്ചു എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. ഒരു ഉപഹാരം, ഒരു വിശിഷ്ടമായ സമ്മാനം മുഖ്യമന്ത്രി നമുക്ക് തന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. അതിവിടെ ആ അർത്ഥം വരുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു എന്നുള്ള സെന്റൻസിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു എന്നുള്ള സെന്റൻസ് തെറ്റാണ്. മുഖ്യമന്ത്രി ഉപഹാരം, അത് ഉപഹാരം പോലും അല്ല, ഉപഹാരം അങ്ങനെ ഒരു വാക്കില്ല കേട്ടോ. അപ്പോൾ ഉപഹാരം സ്വീകരിച്ചു എന്നുള്ളതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ഓപ്ഷൻ സിയും ഡിയും കിടപ്പുണ്ട്, അത് തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഇനി നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും തിരുത്താനില്ലാത്തത് കൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. നോക്കിക്കോളൂ, താഴെ കൊടുത്ത വാക്യങ്ങളിൽ മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ച വാക്യം ഏത്? നേരത്തെ ഒരെണ്ണം നമ്മൾ കണ്ടായിരുന്നു, വ്യാകരണപരമായി തെറ്റ്. അപ്പോൾ എന്താണ് മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ചത്? അങ്ങനെ പലതും കാണും, നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വാക്യത്തെ ശരിയായിട്ട് കണ്ടെത്തുക. ഓക്കെ, തെറ്റ് കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ശരിയായിട്ടുള്ള വാക്യത്തെ കണ്ടുപിടിച്ചങ്ങ് എഴുതിയാൽ മതി. അത് മലയാള ശൈലിക്ക് ഉതകുന്നുണ്ടോ, വ്യാകരണപരമായി യോജിക്കുന്നുണ്ടോ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഇതിനകത്ത് നിന്ന് ശരിയായ വാക്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരിയായ വാക്യം കണ്ടുപിടിക്കുക, തെറ്റായ വാക്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തെറ്റായ വാക്യം കണ്ടുപിടിക്കുക. അതിനുള്ള വഴികൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, ശരി, നോക്കൂ, താഴെ കൊടുത്ത വാക്യങ്ങളിൽ മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ച വാക്യം ഏത്? എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല. ശരിയാണോ? എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ തൂക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ആ സെന്റൻസിന് ഒരു കുഴപ്പവും ഇല്ല, അത് ഓക്കെ. രാമനെ ഒരു പാമ്പ് കടിച്ചു. എല്ലാ പാമ്പും കൂടെ കടിച്ചാൽ രാമൻ പിന്നെ ബാക്കി കാണില്ലല്ലോ. രാമൻ പാമ്പുകൾ കടിച്ച് ചത്തുപോയി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ രാമനെ ഒരു പാമ്പ് കടിച്ചു എന്നൊന്നും വേണ്ട, രാമനെ എന്ത് കടിച്ചു? പാമ്പ് കടിച്ചു. ആ ഒരു അവിടെ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ ആ സെന്റൻസ് എന്താണ്? തെറ്റ്. ഇനി അവളുടെ കണ്ണിണകൾ പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്താ പ്രശ്നം? അവളുടെ കണ്ണിണകൾ പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ പ്രശ്നം എന്താടേ? കണ്ണിണ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ചേരുമ്പോഴാണ് കണ്ണിണയാകുന്നത്, അല്ലേ? ഒരു കണ്ണേ ആവത്തുള്ളൂ. കണ്ണുമാണ് കണ്ണിണ. പിന്നെ അവിടെ കണ്ണിണകൾ വേണോ? വേണ്ട, അത് തെറ്റാണ്. അതുകൊണ്ട് ആ സെന്റൻസ് തെറ്റിപ്പോയി. ഇനി അടുത്ത്, പഠന കാര്യങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും. എന്താ പ്രശ്നം? ഓരോ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലേ, പിന്നെ അവിടെ വിദ്യാർത്ഥികളും വേണോ? വേണ്ട, സെന്റൻസ് തെറ്റ്. അപ്പോൾ നമുക്ക് ഈ സെന്റൻസ് അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ശരിയാക്കി കളയാം. ഓക്കെ, എന്തായിരുന്നു? എന്താണ് ഓപ്ഷൻ ബി നമ്മൾ എങ്ങനെ ശരിയാക്കും? രാമനെ പാമ്പ് കടിച്ചു എന്ന് മാത്രം മതി. എങ്ങനെയാണ്? രാമനെ പാമ്പു കടിച്ചു. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? അവളുടെ കണ്ണിണകൾ വേണ്ട, എന്ത് മാത്രം മതി? അവളുടെ കണ്ണിണ പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. പഴയ സിനിമകളിലൊക്കെ ശാരദ, ഷീല പോലെയുള്ള അഭിനേത്രികൾ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഇത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ കണ്ണിങ്ങനെ പിടപ്പിച്ച് കാണിക്കും. അതെന്താണ്? നാണം, കൗതുകം, ആശ്ചര്യം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ് ഈ കണ്ണുകൾ ഇങ്ങനെ തുടർച്ചയായി ചലിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ണിണ പിടയ്ക്കുന്നത് ഇദ്ദേഹം എവിടെയോ കണ്ടു. ഇനി പഠന കാര്യങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഓരോയും കൊടുത്ത് വിദ്യാർത്ഥികളും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നുകിൽ ഓരോ വിദ്യാർത്ഥിയും, എന്താണ്? ഓരോ വിദ്യാർത്ഥിയും എന്ന് പ്രയോഗിക്കണം. അല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രയോഗിക്കണം. ഒന്നുകൂടെ പറയാം. ഒന്നുകിൽ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിച്ചു, തെറ്റായി പോയിട്ടുള്ള
എന്താണ് ഓപ്ഷൻസിൻ്റെ ശരിയായ ക്രമവും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ഈ ക്വസ്റ്റ്യൻസ് തിരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലേ. അതിനകത്ത് നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വരും ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് പഠിക്കാം. അതോടുകൂടി വാക്യശുദ്ധി എന്ന് പറയുന്ന ഭാഗം തീരും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പുതിയ പുതിയ സബ്ജക്റ്റുകളിലേക്ക് പോകാം. 100 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ 100 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസ് എന്താണ് പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ സിലബസുകൾ അത്രയും പൂർത്തിയാക്കി ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.